ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പരാജയം സംഭവിച്ചാൽ പിന്നീട് കോൺഗ്രസിനെ കതറിട്ട് നാട്ടിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് കോൺഗ്രസിന് തന്നെ ധാരണ ഉണ്ടായിരുന്നു. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? പാർട്ടി വലുതോ രാഹുൽ മാങ്കൂട്ടം വലുതോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണ് വലുത്. അതാണ് നാം 2-3 മാസമായി കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നു? പാർട്ടി എന്ന് പറയുന്നത് ഈ മാങ്കൂട്ടത്തിൽ കല്ലെറിയുന്ന ചില ആൾക്കൂട്ടങ്ങളാണ് എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് സീറ്റ് കിട്ടണം, എനിക്ക് സ്ഥാനം കിട്ടണം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കൂട്ടങ്ങളാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ പലപ്പോഴും അവരുടെ അജണ്ട ക്ലിയറായിട്ട് അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏത് കനകൂല് വന്ന് എന്ത് പറഞ്ഞാലും അത് പാലിക്കാൻ നേതാക്കൾ തയ്യാറാവണ്ടേ, താഴെത്തട്ടിൽ തയ്യാറാവണ്ടേ? അതില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ 13-അംഗ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ളവരുടെയാണ് 13-അംഗ കമ്മിറ്റി പോലും നിൽക്കുന്നത്, അല്ലേ? ആ കമ്മിറ്റി വേണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും എല്ലാം നടത്താനായിട്ട്. അല്ല, ഇത് കനകൂലുവിന്റെ തന്ത്രമായിരിക്കും. ഇന്നലെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പരാതി വന്നതും കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ഈ ചിത്രങ്ങൾ, പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റുകയാണ്. എന്നിട്ട് അമ്പലക്കള്ളന്മാർ കടക്കു പുറത്ത്, അതിലൂടെ എല്ലാം ആയെന്നാണല്ലേ അവരുടെ ചിന്ത. അതെ അതെ. അല്ല, അതിപ്പോൾ പറയാൻ നല്ല ചാൻസ് ഉള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.